എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്നറിയാം. എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളുടെ ഇവിടെയും മഴയും കാര്യവും ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് മൈക്രോസോഫ്റ്റ് വേർഡിന്റെ വളരെ പ്രധാനപ്പെട്ട വ്യൂ എന്ന് പറയുന്ന ടാബിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ചുമ്മാ വലിച്ചു വരെ നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. അപ്പൊ അങ്ങനെ വ്യൂ എന്ന് പറയുന്ന ടാബിലെ വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും കമ്പ്യൂട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കും അങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല, നമുക്കപ്പോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് വ്യൂ എന്ന് പറയുന്ന ടാബിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇമേഴ്സീവ് റീഡർ എന്ന് പറയുന്ന ഇമേഴ്സീവ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വ്യൂ എന്ന് പറയുന്ന ടാബിലെ പേജ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലെ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. അതും അതിന്റെ ബാക്കിയും പറയും. പേജ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് വൺ വെർട്ടിക്കൽ എന്നാണ്, സെക്കൻഡ് വൺ സൈഡ് ടു സൈഡ് എന്നാണ്. അതായത് നമ്മൾ ഈ കാണുന്ന പേജിനെ എങ്ങനെ കാണണമെന്നുള്ളതാണ് ഈ പറയുന്ന പേജ് മൂവ്മെന്റ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ആ പടത്തിൽ കാണുന്ന പോലെ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും നമുക്ക് ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണുന്നത്. അതായത് നമ്മൾ ഇപ്പൊ ഈ കാണുന്ന പോലെ ഇങ്ങനെ വെർട്ടിക്കൽ ആയിട്ടായിരിക്കും കാണുന്നത്. ഇനി സൈഡ് ടു സൈഡ് എന്നുള്ളത് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് രണ്ട് പേജായിട്ട് ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ടായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പൊ ജസ്റ്റ് അതിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ട് വെച്ചു, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങള് രണ്ട് പേജ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മൗസിന്റെ നടുക്കുള്ള സ്ക്രോൾ വീൽ ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും. അപ്പൊ അടുത്ത പേജും സൈഡ് ബൈ സൈഡ് ആയിട്ട് രണ്ട് പേജായിട്ടാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാല് നേരെ വരും, സൈഡ് ബൈ സൈഡ് എന്ന് പറഞ്ഞാല് ആ പടത്തിനകത്ത് കാണുന്ന പോലെ രണ്ട് പേജായിട്ട് വരും. അപ്പൊ അതാണ് പേജ് മൂവ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ തൊട്ട് സൈഡിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ ആണ് ഷോ എന്ന് പറയുന്ന ഗ്രൂപ്പില് 3 ഓപ്ഷൻസ് കാണാം. ഫസ്റ്റ് വൺ റൂളർ. റൂളർ എന്ന് പറഞ്ഞാല് വളരെ പ്രധാനപ്പെട്ട ആളാണ്. നമ്മുടെ പഴയ ക്ലാസ് ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. റൂളർ എന്ന് പറഞ്ഞാല് നമ്മൾ മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റൂളറിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ റൂളർ എന്നുള്ളതിന്റെ സൈഡിൽ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിനകത്തോട്ട് മൗസ് ഒന്ന് കൊണ്ടുവെക്കുക. മൗസ് കൊണ്ടുവച്ചു കഴിയുമ്പോൾ മൗസിന്റെ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. ഒരു ശരി പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ ടിക്ക് മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ റൂളർ ആക്റ്റീവ് ആയിട്ട് വരും. അതായത് ഇതിന്റെ ടോപ്പിൽ നമുക്കൊരു മെഷർമെന്റ് ബാർ കാണാനായിട്ട് സാധിക്കും. മുകളിലും നമുക്ക് സൈഡിലും കാണാം. ഇപ്പൊ ഇവിടെ മുകളിലാണ് നമുക്ക് മെഷർമെന്റ് ബാർ കാണുന്നത്. അതായത് എനിക്കിപ്പോ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിനെ ഇച്ചിരി മുന്നോട്ട് മാർജിൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിന്റെ ആദ്യത്തെ ലൈനിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മുകളിലുള്ള ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൂളറിന്റെ ഒരു സിമ്പിൾ കാണാം. അതേ ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് ആ മാർജിൻ മാറുന്നതായിട്ട് കാണാം. ഇനി അടുത്ത രണ്ടാമത്തെ പാരഗ്രാഫിന്റെ മാർജിനും മാറ്റണമെങ്കിൽ രണ്ടാമത്തെ പാരഗ്രാഫിന്റെ ആദ്യത്തെ ആ ഒരു ലൈനിന്റെ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ അവിടെ ഒന്ന് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കർസർ അവിടെ വന്നിട്ടുണ്ട്. ഇനി മുകളിൽ കാണുന്ന റൂളർ പ്രസ് ചെയ്ത് പിടിച്ച് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഇങ്ങനെ മുന്നോട്ടൊന്ന് പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുക. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്തുകൊണ്ട് പോവുക. നമുക്ക് എത്ര മാർജിൻ വേണോ അത്ര ഇങ്ങനെ മുന്നോട്ട് നീക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റൂളർ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർജിൻ സെറ്റ് ചെയ്യാം. ഇനി റൂളർ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നേരത്തെ റൂളർ കൊടുക്കാൻ ഉപയോഗിച്ചതുപോലെ തന്നെ ആ ഒരു ബോക്സിനകത്തോട്ട് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം നമ്മൾ മാർജിൻ കൊടുത്തതുപോലെ തന്നെ റൂളർ കളയാനും സാധിക്കും. ഇനി അതിന്റെ തൊട്ട് താഴെ ഗ്രിഡ് ലൈൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പൊ ഗ്രിഡ് ലൈൻസ് കൊടുക്കാനും നമ്മൾ ചെയ്യേണ്ട കാര്യം അതിന്റെ സൈഡിലുള്ള ബോക്സിലോട്ട് മൗസ് കൊണ്ടുവെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഗ്രിഡ് ലൈൻസ് അവിടെ അപ്ലൈ ആയിട്ടുണ്ട്. അതായത് ടിക്ക് മാർക്ക് കൊടുത്തപ്പം. അതായത് ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് പോലെ നമുക്ക് ഗ്രിഡ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രിഡ് ലൈൻസ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഗ്രാഫ് പേപ്പർ കാണുന്ന പോലെ ഇങ്ങനെ വരകളും കോളങ്ങളും ഒക്കെ ആയിട്ട് കൊടുക്കാനാണ് ഗ്രിഡ് ലൈൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഗ്രിഡ് ലൈൻസ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് കളയാനായിട്ട് ഗ്രിഡ് ലൈൻസിന്റെ സൈഡിൽ
നമ്മൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ടിക്ക് മാർക്ക് അവിടുന്ന് പോകും. പോയി കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ഗ്രിഡ് ലൈനും അവിടുന്ന് പോകും. ഇനി ഇപ്പൊ അടുത്തത് നാവിഗേഷൻ പാൻ എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. നാവിഗേഷൻ പാൻ എന്ന് പറഞ്ഞാല് നമ്മുടെ പുതിയ സിസ്റ്റത്തിൽ നാവിഗേഷൻ പാൻ എന്നാണ്, ചിലപ്പോൾ പഴയ സിസ്റ്റത്തിനകത്ത് വിൻഡോസ് 7 ഡോക്യുമെന്റ് മാപ്പ് എന്നായിരിക്കാം. അപ്പൊ ഈ ഒരു നാവിഗേഷൻ പാൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഡോക്യുമെന്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഹെഡിങ്ങുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ 2 ഹെഡിങ് ആണ് കൊടുത്തത്. ഒരു ഹെഡിങ് 1 കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഹെഡിങ് 2. അപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഹെഡിങ് നമുക്കിവിടെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇപ്പൊ ഈ മുകളിൽ കാണുന്നത് ഹെഡിങ് 1 ആണ്. ഇപ്പൊ ജസ്റ്റ് ഞാൻ അതിലോട്ട് ക്ലിക്ക് ചെയ്തപ്പം നേരെ നമ്മൾ ആ ഹെഡിങ് 1 പോയിരിക്കുന്നത്. ഇനി ഞാൻ ഹെഡിങ് 2 ക്ലിക്ക് ചെയ്തപ്പോൾ നേരെ നമ്മൾ ഹെഡിങ് 2 പോയി. നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങുകൾ നമുക്ക് ഈ സൈഡിൽ കാണാം. നമ്മൾ ഈ ഒരു നാവിഗേഷൻ പാൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ, നാവിഗേഷൻ പാൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ സൈഡിൽ ഒരു ടിക്ക് മാർക്ക് വരും. ആ ടിക്ക് മാർക്ക് വന്നാലേ നമുക്കത് ഹെഡിങ്ങുകൾ കാണാനായിട്ട് പറ്റൂ. ഇനി ആ സൈഡിൽ വരുന്ന ചെറിയൊരു വിൻഡോ കാണാം. അവിടെ നമ്മുടെ ഹെഡിങ്ങുകൾ ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് കാണിക്കും. അപ്പൊ അതില് ഹെഡിങ് 1 ക്ലിക്ക് ചെയ്താൽ നേരെ ഹെഡിങ് 1 നമ്മളെ കൊണ്ടുപോകും. അടുത്ത സബ് ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ അതിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു നാവിഗേഷൻ പാൻ വേണ്ട, അതിനെ ക്ലോസ് ചെയ്യണമെങ്കിലും സെയിം ആണ്. അതിന്റെ സൈഡിലുള്ള ആ ബോക്സിലോട്ട് മൗസ് കൊണ്ട് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നാവിഗേഷൻ പാൻ അവിടുന്ന് പോയിട്ടുണ്ട്. അപ്പൊ ഷോ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമുക്ക് ഈ ഒരു 3 കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്: റൂളർ, ഗ്രിഡ് ലൈന്, നാവിഗേഷൻ പാന്. റൂളർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെന്റിൽ നമുക്ക് മാർജിൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിന് നമുക്ക് ഗ്രാഫ് പേപ്പർ ഒക്കെ പോലെ ഗ്രിഡ് ലൈൻസ് കാണാൻ പറ്റും. നാവിഗേഷൻ പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിലെ ഹെഡിങ്ങുകളെ നമുക്ക് പെട്ടെന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഹെഡിങ്ങിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാനായിട്ട് സാധിക്കും. ഇനി അടുത്ത സൂം എന്ന് പറയുന്ന ഗ്രൂപ്പിലെ കുറച്ച് കാര്യങ്ങളാണ്. സൂം നമുക്കറിയാം, നമ്മളുടെ ഡോക്യുമെന്റിനെ നമുക്ക് വലുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൂം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ സൂം എന്നുള്ളതിലോട്ടൊന്ന് മൗസ് കൊണ്ട് വെച്ചു കഴിയുമ്പോൾ, കൊണ്ടുവെക്കുമ്പോൾ നമുക്കൊന്നും കാണത്തില്ല. കൊണ്ടുവച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് സൂം ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ്. അതായത് സൂമയിലോട്ട് കൊണ്ടുവച്ചു, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കിവിടെ 3 സൂം ലെവൽ കാണാം: 75%, 100%, 200%. അപ്പൊ നമുക്ക് 200%ൽ കാണണമെങ്കിൽ ഈ 200% എന്നുള്ളതിന്റെ എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക. എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ 200% എന്നുള്ളത് സെലക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതങ്ങോട്ട് സെറ്റ് ആകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം, താഴെ കാണുന്ന ഓക്കെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിന്റെ സൂം ലെവൽ കൂടി 200 ലെവലിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് 200 മാറ്റണമെങ്കിലും സെയിം, വ്യൂ എടുക്കുക, സൂം സെലക്ട് ചെയ്യുക, 75 കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ 75 ആക്കി. ഇനി നമുക്ക് അടുത്തത് കൊടുക്കണമെങ്കിൽ ഇവിടെ പെർസെന്റേജ്, ഇവിടെ 75 കിടപ്പുണ്ട്. ആ 75ന്റെ മുകളിലും ഒരു ആരോ ഉണ്ട്, താഴെയുണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള പെർസെന്റേജ് ഇവിടുന്നും കൊടുക്കാം. പക്ഷെ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇതിനകത്ത് 75%, 100%, 200% ആണ് കിടക്കുന്നത്. അപ്പൊ ഇതില് ഇല്ലാത്ത നമുക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കണമെങ്കിൽ ഈ താഴെ നിന്നും ഇങ്ങനെ മുകളിലോട്ട് ക്ലിക്ക് ചെയ്താൽ നമ്പർ കൂടും, താഴോട്ട് ക്ലിക്ക് ചെയ്താൽ കുറയും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൊടുക്കാനും സാധിക്കും. അപ്പൊ സൂം ലെവൽ കൂട്ടാനുള്ള ഓപ്ഷൻ വ്യൂ എന്ന് പറയുന്ന ടാബിലാണ്, അവിടെ സൂം എന്ന് പറയുന്ന ഓപ്ഷൻ. ഇനി അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 പേജ് ഉണ്ട്, മൾട്ടിപ്പിൾ പേജസ് ഉണ്ട്, പേജ് വിഡ്ത്ത് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. 1 പേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിനെ ഒരൊറ്റ പേജിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. അതായത് ഓരോ പേജ് ആയിട്ട് കാണാം. ഇനി മൾട്ടിപ്പിൾ പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ആ പേജിൽ പല മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്മുടെ സ്ക്രീനിൽ തന്നെ നമുക്ക് 3 പേജ് അല്ലെങ്കിൽ 4 പേജ് ഒക്കെ ആയിട്ട് മൾട്ടിപ്പിൾ പേജസ് ആയിട്ട് കാണാൻ പറ്റും. ഇനി പേജ് വിഡ്ത്ത് എന്ന് പറഞ്ഞാല് നമ്മളുടെ ആ ഒരു പേജിന്റെ വിഡ്ത്ത് കൂടുതലാക്കിയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇവിടെ സൂം എന്ന് പറയുന്ന ഗ്രൂപ്പിലെ 1 പേജ്, മൾട്ടിപ്പിൾ പേജ്, പേജ് വിഡ്ത്ത്. സൂം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഡോക്യുമെന്റിന്റെ സൂം ലെവല് കൂട്ടി വലുപ്പത്തിലാക്കി കാണാൻ പറ്റും. 1 പേജ് എന്ന് പറഞ്ഞാൽ ഒറ്റ പേജിൽ വരും. മൾട്ടിപ്പിൾ പേജ് എന്ന് പറഞ്ഞാൽ പല പേജുകൾ നമ്മളുടെ ഈ ഒരു സ്ക്രീനിൽ വരും. പേജ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഒരു പേജിന്റെ വിഡ്ത്ത് കുറച്ചുകൂടെ വലുതാക്കി നമുക്ക് കാണാം. അപ്പൊ അതാണ് ഈ സൂം എന്ന് പറയുന്ന ഈ ഒരു ഗ്രൂപ്പിലെ കാര്യങ്ങൾ. ഇനിയും നമുക്ക് അടുത്ത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ന്യൂ വിൻഡോ എന്ന് പറയുന്നത്. ന്യൂ വിൻഡോ എന്ന് പറഞ്ഞാല് ജസ്റ്റ് ന്യൂ വിൻഡോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് ഇതേപോലത്തെ മറ്റൊരു പേജ് നമുക്കിവിടെ
വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കാണണമെങ്കിൽ നമ്മുടെ ഈ താഴെ ടാസ്ക് ബാറിൽ വിൻഡോ, നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിന്റെ ഒരു ചെറിയൊരു ഐക്കൺ വന്നിട്ടുണ്ട്. അതിലോട്ട് കൊണ്ടുവച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു രണ്ടാമത്തെ പേജ് കാണാനായിട്ട് പറ്റും. രണ്ടാമത്തെ പേജ് എന്നല്ല, രണ്ടാമത്തെ ഡോക്യുമെന്റ്. അപ്പൊ ഈ സെയിം ഡോക്യുമെന്റിന്റെ എത്ര വിൻഡോ വേണേലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ഈ ഒരു ന്യൂ വിൻഡോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ 3 വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന അനുസരിച്ച് ഈ ഒരു ഡോക്യുമെന്റിന്റെ പല വിൻഡോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ന്യൂ വിൻഡോ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അറേഞ്ച് ഓൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു ഏതൊക്കെ പേജസ് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കേട്ടോ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ ഒരു പേജ് ഉണ്ട്, അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ പേജാണ്. ഇനി ഇതിന്റെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ പേജും കാണാൻ സാധിക്കുന്നുണ്ട്. ഞാന് 3 പേജാണ് മുമ്പേ ക്രിയേറ്റ് ചെയ്തത്. അതായത് നമ്മൾ ന്യൂ വിൻഡോ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് 3 കോപ്പി നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ ഇവിടെ 3 വന്നിട്ടുണ്ട്. അപ്പൊ ഈ അറേഞ്ച് ഓൾ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ 3 പേജിനെ നമുക്ക് ഇവിടെ ഒറ്റ സ്ക്രീനിൽ കാണാൻ പറ്റും. എന്നിട്ട് ഇതിൽ നമുക്ക് ഏത് പേജാണോ വേണ്ടത് ഡയറക്റ്റ് ആ പേജിലോട്ട് ഇങ്ങനെ പോകാനായിട്ട് സാധിക്കും. ആ പേജ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന അറേഞ്ച് ഓൾ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂ വിൻഡോ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റിന്റെ എത്ര ഒരു വിൻഡോ വേണേലും ക്രിയേറ്റ് ചെയ്യാം. ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഒരു പുതിയ ഇതുപോലത്തെ ഒരു വിൻഡോ വരും. ഇപ്പൊ ജസ്റ്റ് താഴത്തെ വേർഡിന്റെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് 4 കണ്ടോ, 4 ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഈ ഒരു വ്യൂ എന്ന് പറയുന്ന ടാബിലെ അറേഞ്ച് ഓൾ ന്യൂ വിൻഡോ എന്ന് പറയുന്നത്. ഇനി അറേഞ്ച് ഓൾ എന്ന് പറഞ്ഞാല് അറേഞ്ച് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്ര പേജ് എടുത്തിട്ടുണ്ടോ അത്രയും പേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ ഏത് പേജാണോ നമുക്ക് വേണ്ടത് ആ പേജിലോട്ട് ഡയറക്റ്റ് പോകാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ തൊട്ടിപ്പുറത്ത് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു പേജ് ഓപ്ഷൻ കാണാം. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിനെ സ്പ്ലിറ്റ് ചെയ്യുവാണ്. ജസ്റ്റ് അതായത് നമ്മുടെ ഈ ഒരു ഡോക്യുമെന്റിനെ നമുക്ക് 2 സെക്ഷൻ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ സ്പ്ലിറ്റ് എന്നുള്ളതിലോട്ട് മൗസ് കൊണ്ട് വെച്ചു, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പം നമുക്ക് ഇവിടെ ഒരു സ്ക്രീനിന്റെ നടുക്കൊരു വര കാണാം. അതായത് നമ്മുടെ ഡോക്യുമെന്റിനെ 2 ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനിയിപ്പം മുകളിലത്തെ ഡോക്യുമെന്റിന്റെ ബാക്കി കാണണമെങ്കിൽ ജസ്റ്റ് മൗസ് മുകളിൽ എവിടെയെങ്കിലും വെക്കുക, എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ, എന്നിട്ട് ഈ മൗസിന്റെ സ്ക്രോൾ വീൽ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ മുകളിലത്തെ ഡോക്യുമെന്റ് കാണാം. താഴത്തെ ഡോക്യുമെന്റ് നമുക്ക് താഴോട്ട് കാണണമെങ്കിൽ മൗസ് ഇങ്ങനെ താഴോട്ട് എവിടെയെങ്കിലും വെക്കുക, എന്നിട്ട് മൗസിന്റെ സ്ക്രോൾ വീൽ ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ താഴത്തെ ഡോക്യുമെന്റും കാണാം. അപ്പൊ ഇത് ജസ്റ്റ് നമ്മളുടെ ഡോക്യുമെന്റിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോ ഈ സ്പ്ലിറ്റ് ചെയ്തത് നമുക്ക് മാറ്റണമെങ്കിൽ നേരെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ റിമൂവ് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അതേ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ചെയ്ത സ്പ്ലിറ്റ് അവിടെ നിന്ന് മാറിയിട്ടുണ്ടാകും. ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ പേജിനെ വെർട്ടിക്കലായിട്ട് കാണാം. സൈഡ് ടു സൈഡ് എന്ന് പറഞ്ഞാൽ പേജിനെ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് ആയിട്ട് കാണാം. റൂളർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മാർജിൻ സെറ്റ് ചെയ്യാം. ഗ്രിഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഗ്രാഫ് പേപ്പർ പോലെ ഗ്രിഡ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യാം. നാവിഗേഷൻ പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഹെഡിങ്ങുകൾ സെപ്പറേറ്റ് കാണാം. അപ്പൊ അതിലോട്ട് ക്ലിക്ക് ചെയ്താൽ നേരെ നമുക്ക് ആ ഒരു ഹെഡിങ്ങിലോട്ട് ഡയറക്റ്റ് പോകാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഈ സൈഡ് ടു സൈഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ തംബ്നെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും ഉണ്ട്. തംബ്നെയിൽ എന്ന് പറഞ്ഞാല് ഓൾ ദ പേജസ് നമുക്ക് ചെറിയൊരു ഇമേജ് ആയിട്ട് കാണാൻ പറ്റും. കണ്ടോ, തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ഡോക്യുമെന്റിന്റെ എല്ലാം ചെറിയൊരു ചിത്രങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ഈ തംബ്നെയിൽ എന്ന് പറയുന്നത്. തംബ്നെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കാണണമെങ്കിൽ വെർട്ടിക്കൽ ആയിരിക്കുമ്പോൾ കാണത്തില്ല. ഈ ഒരു സൈഡ് ടു സൈഡ് കൊടുത്തു കഴിയുമ്പോഴേ നമുക്കത് തംബ്നെയിൽ എന്നുള്ളത് കാണാൻ പറ്റും. തംബ്നെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റിന്റെ ചെറിയൊരു ചിത്രങ്ങളായിട്ട് നമുക്ക് ചെറിയൊരു പിക്ചർ ആയിട്ട് കാണാൻ പറ്റും. അതാണ് തംബ്നെയിൽ. തംബ്നെയിൽ ആക്കണേലും കളയണമേലും ആ ഒരു ഓപ്ഷനിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ സൂം, നമ്മുടെ പേജിന്റെ സൂം ലെവൽ കൂട്ടാം. 1 പേജ് എന്ന് പറഞ്ഞാൽ ഒരു പേജിൽ വരും. മൾട്ടിപ്പിൾ പേജ് എന്ന് പറഞ്ഞാൽ പല പേജിൽ കൊണ്ടുവരാം. പേജ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ പേജിന്റെ വിഡ്ത്ത് കൂട്ടാം. ന്യൂ വിൻഡോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വിൻഡോയുടെ തന്നെ എത്ര കോപ്പി വേണേലും ക്രിയേറ്റ് ചെയ്യാം. അറേഞ്ച് ഓൾ എന്ന് പറഞ്ഞാല് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കോപ്പിയും ഒരു പേജിൽ വരും. അതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് പോകാനായിട്ട് പറ്റും. സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേജിനെ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ സ്പ്ലിറ്റ് കളയണമെങ്കിലും നമ്മൾ അതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. എല്ലാവരും ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി കഴിയുമ്പോൾ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. ആവർത്തിച്ച് 2-3 തവണ ചുമ്മാ ക്ലാസ് ഒന്ന് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ അങ്ങ് ചെയ്തു പോയിക്കോളും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചോ, നിങ്ങൾക്കത് എളുപ്പമായോ എന്ന് കൂടെ പറയുക. നാളെ ഇപ്പൊ നല്ലൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.